ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു കാര്യം ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ 12th ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സസും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സസും നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഇംഗ്ലീഷിനകത്ത് മെയിനായിട്ട് 2 ടോപ്പിക്കുകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഗ്രാമർ സെക്ഷനും ഉണ്ട്, പിന്നെ വൊക്കാബുലറി സെക്ഷനും ഉണ്ട്. അപ്പോൾ ഗ്രാമർ സെക്ഷൻ അതിലത്തെ കുറേ റൂൾസുകളും അതുപോലെ തന്നെ എക്സെപ്ഷൻ കേസുകളും പിന്നെ പ്രീവിയസ് ഇയേഴ്സിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതേസമയം വൊക്കാബുലറി സെക്ഷൻ ആണെങ്കിൽ കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പറയുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻസ് വരണം എന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ മാക്സിമം നമ്മൾ വൊക്കാബുലറി സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ഓരോ ദിവസം പഠിച്ചു പോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ നാളെ തൊട്ട് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ സെക്ഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ബേസ് തൊട്ടിട്ടുള്ള ഗ്രാമർ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എക്സാമിന് ശേഷം, അതായത് മാർച്ച് 13 ശേഷം ഞാൻ നിങ്ങൾക്കും കൂടെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് ഈ ഒരു എന്താ പറയണ്ടേ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് മോർണിംഗിൽ കാലത്ത് നമ്മൾ ഓരോ ഗ്രാമർ സെക്ഷൻ കവർ ചെയ്യും. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് കവർ ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും പിന്നെ കുറച്ച് വർക്കൗട്ട് പ്രോബ്ലംസും ആയിരിക്കും നമ്മൾ ഈവനിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 2 വീഡിയോസ് ഉണ്ടാവും കേട്ടോ. കാലത്ത് ഒരു വീഡിയോ ഉണ്ടാവും, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ ഈവനിങ്ങിൽ പോർഷൻസ് തീർക്കും. അപ്പോൾ നാളെ തൊട്ട് തന്നെ ഞാൻ ഗ്രാമർ സെക്ഷൻ ഒന്ന് തുടങ്ങി വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സിലബസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ നമ്മുടെ സിലബസിനകത്ത് ഗ്രാമർ സെക്ഷൻ്റെ കീഴിൽ വരുന്നത് ഒരു 17 ടോപ്പിക്സ് ആണ് കേട്ടോ. 17 ടോപ്പിക്സ് ഉണ്ട്. വൊക്കാബുലറി സെക്ഷൻ്റെ കീഴിൽ വരുന്നത് 12 ടോപ്പിക്സ് ആണ്. അപ്പോൾ വൊക്കാബുലറി സെക്ഷൻ്റെ ഒരു 70% ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഓരോ പോർഷൻസ്, അതായത് സിനോണിംസ്, ആൻറ്റോണിംസ്, അങ്ങനെയുള്ള കുറച്ച് പോർഷൻസ് ഒക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. യങ് വൺസ്, അങ്ങനെയുള്ളത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ ഇംഗ്ലീഷിൻ്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെയുള്ളത് ഗ്രാമർ സെക്ഷനിൽ നമുക്ക് 17 ടോപ്പിക്സ് ഉണ്ട്. അതിലും കുറച്ചൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ചെയ്യാത്ത പോർഷൻസ് ആയിരിക്കും നാളെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഇംഗ്ലീഷ് തീരെ അറിയാത്ത ഒരാൾക്ക് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയായിരിക്കും നമ്മുടെ ക്ലാസ്സസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നാളത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഞാൻ എടുക്കുന്നത്. കോൺകേർഡ് വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗ്രാമർ സെക്ഷനിൽ നമുക്ക് അറിയാവുന്ന പോലെ കോൺകേർഡ് ഉണ്ട്, പിന്നെന്താ അഡ്ജക്റ്റീവ്സ്, ആഡ്വേർബ്സ്, ആർട്ടിക്കിൾസ്, ക്വസ്റ്റ്യൻ ടാഗ്സ്, ജെറൻസ്, പിന്നെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് വോയിസ്, പിന്നെ കറക്ഷൻ ഓഫ് സെൻറ്റൻസ്, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമർ സെക്ഷനിലുള്ള. അപ്പോൾ ഇംഗ്ലീഷും മാത്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ടോപ്പിക്ക് കേട്ട് പഠിച്ചാൽ മാത്രം പോരാ, നിങ്ങളൊന്ന് വർക്കൗട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഈവനിങ് സെക്ഷനിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് എത്തിയത്, എന്തൊക്കെയാണ് എക്സെപ്ഷൻ കേസസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ നമ്മുടെ വൊക്കാബുലറി സെക്ഷനകത്ത് സിനോണിംസ്, ആൻറ്റോണിംസ് ഒക്കെ ചിലപ്പോൾ അത് ഓർത്തെടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറിയ കോഡ്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഓൾറെഡി കുറച്ച് ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയായിരിക്കും നമ്മുടെ ക്ലാസ്സസ് മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ ഈ 12th ലെവൽ പ്രിലിമിനറി എക്സാമിനൊക്കെ നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സബ്ജക്ട്സുകളാണ് ഇംഗ്ലീഷ്, മലയാളം, പിന്നെ മാത്സ്, പിന്നെ ഇത് IT വരുന്നുണ്ട്. ITയും ഞാൻ കുറേയൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷൊന്നും അത്ര ടഫൊന്നുമല്ല, നമുക്ക് ശരിക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക്, ഒരു സബ്ജക്റ്റ് തന്നെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണ കാര്യം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് എത്തിക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാർ നോട്ടിഫിക്കേഷൻസിനകത്ത് ഓൾ തന്നെയാണോ എന്നുള്ളത് നോക്കുക. കാരണം ഒരു നോട്ടിഫിക്കേഷൻ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നാളെ കാണാം. ടിൽ ദെൻ ബൈ.